Hi children, ഇന്നിവിടെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്ങിൻ്റെ അവസാനത്തെ 2 സ്റ്റാൻസയുടെ എക്സ്പ്ലനേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചതൊക്കെ ഓർമ്മ കാണും. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ദ ബഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദിയർ ഫാൻസ് ടു ക്യാച്ച് ദ ബ്രീസി എയർ and I must think do all I can that there was pleasure there. ഈ വരിയുടെ അർത്ഥമാണ് ഇപ്പം മുളച്ച് വരുന്ന ചുള്ളിക്കമ്പുകൾ, ദ ബഡിങ് ട്വിഗ്സ് എന്ന് പറഞ്ഞാൽ മുളച്ച് വരുന്ന ചുള്ളിക്കമ്പുകൾ, സ്പ്രെഡ് ഔട്ട് ദിയർ ഫാൻ എന്ന് പറഞ്ഞാൽ തളിരില, തളിർത്ത് വരുന്ന ഇലകളിൽ ഇങ്ങനെ പുറത്തോട്ട് സ്പ്രെഡ് ചെയ്യുകയാണ്, വികസിപ്പിച്ച് കാണിക്കുകയാണ്. അപ്പം ഈ മുളച്ച് വരുന്ന ചുള്ളിക്കമ്പുകളിൽ ഉള്ള ഇലകളെ, തളിരിലകളുടെ സ്പ്രെഡ് ഔട്ട് ഡിയർ ഫാൻസ് എന്ന് പറഞ്ഞാൽ തളിരിലകൾ ഇങ്ങനെ വികസിച്ച് നിൽക്കുകയാണ്. അതായത് ക്യാച്ച് ദ ബ്രീസി എയർ, ആ മന്ദമാരുതനെ പിടിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട്, പിടിച്ചെടുക്കാനായിട്ട്. അപ്പം വായുവിലൂടെ ഒഴുകുന്ന ആ മന്ദമാരുതനെ പിടിച്ചെടുക്കാനായിട്ട് മുളച്ചു വരുന്ന ചുള്ളിക്കമ്പുകൾ അതിൻ്റെ തളിരിലകളെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു, വിടർത്തുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ഇവിടെ ബിഗിനിങ് ഓഫ് ലൈഫാണ് കാണിക്കുന്നത്. അത് പ്രകൃതിയുടെ ജീവൻ്റെ തുടിപ്പ് തുടങ്ങുന്ന ജീവജാലങ്ങൾ പോലും പ്രകൃതിയുടെ ആ സൗന്ദര്യം ആസ്വദിക്കുന്നു എന്നാണ് കവി ഈ വരികളിലൂടെ പറയുന്നത്. അത് മുളച്ചു വരുന്ന ചുള്ളിക്കമ്പുകൾ, ദ ബഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ഡിയർ ഫാൻസ്, അത് ഇങ്ങനെ അതിൻ്റെ തളിരിലകളെ, ഫാൻസ് എന്ന് പറഞ്ഞാൽ ടെൻഡർ ലീവ്സ് എന്നാണ്, ഇളം ഇലകൾ, തളിരിലകളെ ഇങ്ങനെ വിടർത്തുകയാണ്. എന്തിനാണ്? അന്തരീക്ഷത്തിലെ ആ ഒരു മന്ദമാരുതനെ ക്യാപ്ചർ ചെയ്യാൻ, പിടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അവിടെ ഈ തളിര് ഇലകൾക്ക് മന്ദമാരുതനെ പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ മനുഷ്യ സഹജമായ കാര്യങ്ങളാണ്. എന്തെങ്കിലും പിടിച്ചെടുക്കാനുള്ള കഴിവുള്ളത് മനുഷ്യനാണ്. അപ്പോൾ ഇവിടെ തളിർത്ത് വരുന്നത് ബിഗിനിങ് ഓഫ് ലൈഫ്, ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, ജീവൻ്റെ തുടിപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ചുള്ളിക്കമ്പുകളിലൂടെ വരുന്ന തളിരിലകൾ, ചുള്ളിക്കമ്പുകളിൽ കാണുന്ന തളിരിലകൾ പിന്നെ അതിങ്ങനെ വിടർന്നു വരികയാണ് അന്തരീക്ഷത്തിലെ ആ മന്ദമാരുതനെ പിടിക്കാനായിട്ട്. അപ്പം ആ ഒരു പ്രതിഭാസം, ആ തളിരിലകൾക്ക് ആ പിന്നെ മന്ദമാരുതനെ, ബ്രീസി എയർ എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ കാറ്റിനെ പിടിച്ചെടുക്കാനായിട്ട് അതിങ്ങനെ അതിൻ്റെ ഇലകൾ വിടർത്തുന്നു എന്ന് പറയുമ്പോൾ അത് മനുഷ്യ സഹജമായ കാര്യമാണ് ഇവിടെ തളിരിലകൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അവിടെ പേഴ്സോണിഫിക്കേഷനാണ് വരുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നത്, ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളിലും പ്ലഷറുണ്ട്, ഹാപ്പിനെസ്. സോ ദ പോയറ്റ് സീസ് ഹാപ്പിനെസ് ഇൻ എവറി തിങ്സ് ഇൻ നേച്ചർ. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളിലും സന്തോഷത്തിൻ്റെ ആ ഒരു കണികയുണ്ട്. എല്ലാ ജീവജാലങ്ങളും സന്തോഷത്തോടെയാണ് കഴിയുന്നത്. അതുപോലെ തന്നെ ജീവൻ്റെ തുടിപ്പ് വന്നു തുടങ്ങുന്ന കാര്യങ്ങൾക്ക് പോലും സന്തോഷം അനുഭവിക്കാൻ ഉള്ള കഴിവുണ്ട് എന്നാണ് ഈ വരിയിലൂടെ പറയുന്നത്. സോ എവറിത്തിങ് അറൗണ്ട് നേച്ചർ ഈസ് ഫിൽഡ് വിത്ത് ഹാപ്പിനെസ്. ദ ക്രീച്ചേഴ്സ്, every creature enjoys the beauty of nature. Only man is not realizing this fact. എല്ലാ ജീവജാലങ്ങളിലും ആ സന്തോഷത്തിൻ്റെ തുടിപ്പുണ്ട്. പ്രകൃതിയെ ആസ്വദിക്കാനും അതിൻ്റെ സൗന്ദര്യം വളരെയധികം നുകരാനുമായിട്ടുള്ള ആ ഒരു തുടിപ്പ്, പുതിയ ജീവൻ്റെ തുടിപ്പ് വരുന്ന കാര്യങ്ങൾക്ക് പോലും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള ആ ഒരു കഴിവുണ്ട് എന്നാണ് ഇവിടെ കവി പറയുന്നത്. അടുത്തത് ലാസ്റ്റ് സ്റ്റാൻസ. If this belief from
if this belief from heaven be sent, if such be nature's holy plan എന്നാണ്. അപ്പം ഇങ്ങനെ ഒരു വിശ്വാസമാണ് ഭൂമിയിലുള്ളത്. ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ബി സെന്റ്, അതായത് സ്വർഗത്തിൽ നിന്നും ഇങ്ങനെ ഒരു വിശ്വാസമാണ് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. എന്താണ്? പ്രകൃതിയോടൊത്ത് സ്നേഹത്തോടെ ഐക്യത്തോടെ കഴിയണം എന്നുള്ളൊരു വിശ്വാസമാണ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ഇതാണ് പ്രകൃതിയുടെ വിശുദ്ധമായ പദ്ധതിയെങ്കിൽ, ടു ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ, മനുഷ്യൻ പ്രകൃതിയുടെ സൗന്ദര്യം, സമാധാനം, സന്തോഷം ഇത് മൂന്നും ആസ്വദിച്ച് പ്രകൃതിയുമായി ലയിച്ച് കഴിയണം എന്നുള്ള ഒരു വിശ്വാസമാണ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതെങ്കിൽ, ഇതാണ് പ്രകൃതിയുടെ വിശുദ്ധമായ ഒരു പദ്ധതിയെങ്കിൽ എനിക്ക് വിലപിക്കാനുള്ള കാരണമില്ലേ? ഹാവ് ഐ നോട്ട് റീസൺ ടു ലെമൻറ്റ്? ലെമൻറ്റ് എന്ന് പറഞ്ഞാൽ വിലപിക്കുക. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യൻ മനുഷ്യനോട് എന്താണ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് ഓർത്ത് വിലപിക്കാൻ എനിക്ക് കാരണമില്ലേന്നാണ് ചോദിക്കുന്നത് കവി. അവസാനത്തെ 2 വരിയിലെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം പ്രകൃതിയുമായി ലയിച്ച് അതിൻ്റെ സൗന്ദര്യം, സമാധാനം, അതുപോലെ തന്നെ സന്തോഷം ഇതെല്ലാം നുകർന്നുകൊണ്ട് മനുഷ്യൻ പ്രകൃതിയുമായി ലയിച്ച് ജീവിക്കണം എന്നാണ് സ്വർഗത്തിൽ നിന്നുമുള്ള ആ ഒരു വിശ്വാസം ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്നും ഉള്ള ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ പ്രകൃതിയുമായി ലയിച്ച് കഴിയണം എന്നാണ്. ഇതാണ് പ്രകൃതിയുടെ വിശുദ്ധമായ പദ്ധതിയെങ്കിൽ എനിക്ക് വിലപിക്കാനുള്ള കാരണമില്ലേ? ഹാവ് ഐ നോട്ട് റീസൺ ടു ലെമൻ? ലെമൻറ്റ് എന്ന് പറഞ്ഞാൽ വിലാപം. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യൻ മനുഷ്യനോട് എന്താണ് ചെയ്തത് എന്നതിനെ കുറിച്ച് ഓർത്ത് വിലപിക്കാൻ എനിക്ക് കാരണമില്ലേ? അപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റാൻസ് സെക്കൻഡ് സ്റ്റാൻസയ്ക്ക് ഒരേ തീമാണ് വരുന്നത്. മനുഷ്യൻ മനുഷ്യനോട് എന്താണ് ചെയ്തത്, എന്തെല്ലാം ക്രൂരതകളാണ് മനുഷ്യൻ പ്രകൃതിയോടും തൻ്റെ സഹജീവികളോടും ചെയ്തു കൂട്ടുന്നത്, അതിനെക്കുറിച്ച് ഓർക്കാൻ എനിക്ക് കാരണമില്ലേ? അതിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കാൻ എനിക്ക് കാരണമില്ലേ എന്നാണ് കവി അവസാനത്തെ 2 വരിയിൽ ചോദിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് നേച്ചേഴ്സ് ഹോളി പ്ലാൻ? ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ നേച്ചേഴ്സ് ഹോളി പ്ലാൻ ഈസ് ദാറ്റ് man has to live in harmony with the nature. Nature has supplied man with its beauty, then pleasure and peace. But man is exploiting nature by sand mining, then deforestation. Everything man is doing for his selfish and greedy needs. He is not at all enjoying the beauty of nature. So without enjoying the beauty of nature and without realizing the bliss given by nature, man is exploiting nature in so many destructive ways for his selfish needs. He is causing destruction to nature as well as to his fellow beings also during birth. So this holy plan means man should live in harmony with nature, enjoying the beauty, pleasure, peace of nature. So without doing that, man is doing all kinds of atrocities and making this beautiful planet unholy. So this is the answer for that question. ഇനി നമുക്ക് ഇതിലെ പോയറ്റിക് ഡിവൈസസ് നോക്കാം. റൈമിംഗ് വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
പിന്നെ റൈം സ്കീം ABAB ആണ്. പിന്നെ അതിൽ വരുന്ന പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. അതിൽ പേഴ്സോണിഫിക്കേഷൻ വരുന്നത് ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റൺ. അതായത് പ്രകൃതിയുടെ ഉദാത്തമായ സൃഷ്ടികളെ മനുഷ്യൻ്റെ ആത്മാവിനോട് പ്രകൃതി ലയിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അപ്പം അങ്ങനെ ലയിപ്പിക്കാനുള്ള കഴിവ് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രകൃതിയുടെ ആത്മാവിനെ മനുഷ്യാത്മാക്കളോട് ലയിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നതുകൊണ്ട് നേച്ചർ ഈസ് പേഴ്സോണിഫൈഡ് ഹിയർ. ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്, അത് ഒരു എക്സാമ്പിളാണ് പേഴ്സോണിഫിക്കേഷൻ. പിന്നെ ദ ബഡിങ് ട്വിഗ് സ്പ്രെഡ് ഔട്ട് ടു ദ ലീവ്സ്, സ്പ്രെഡ് ഔട്ട് ദ ലീവ്സ് ടു ക്യാച്ച് ദ ബ്രീസി എയർ. അതായത് മുളച്ച് വരുന്ന ചുള്ളിക്കമ്പുകളിൽ നിൽക്കുന്ന ഇളം ഇലകൾ, അതിൻ്റെ ഇലകൾ ഇങ്ങനെ സ്പ്രെഡായി വരികയാണ്, വികസിക്കുകയാണ്. അതായത് ജീവൻ്റെ തുടിപ്പ്, ബഡിങ് ട്വിഗ്സ്, മുളച്ച് വരുന്ന മുളങ്കമ്പുകളിലെ തളിര് ഇലകൾ ഇങ്ങനെ വിടർന്നു വരികയാണ് അന്തരീക്ഷത്തിലെ ആ മന്ദമാരുതനെ പിടിക്കാനായിട്ട്. അപ്പം അവിടെ പേഴ്സോണിഫിക്കേഷനാണ് വരുന്നത്. ദ ബഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദിയർ ഫാൻസ് ടു ക്യാച്ച് ദ ബ്രീസി എയർ. പിന്നെയുള്ളത് നേച്ചേഴ്സ് ഹോളി പ്ലാൻ, പ്രകൃതിയുടെ വിശുദ്ധമായ പദ്ധതി. പ്രകൃതിക്ക് മാത്രമേ വിശുദ്ധമായ പദ്ധതി, മനുഷ്യന് മാത്രമേ പദ്ധതികൾ ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ പ്രകൃതിക്കും അതിനുള്ള കഴിവുണ്ടെന്ന് പറയുമ്പോൾ ഹ്യൂമൻ ക്വാളിറ്റി പ്രകൃതിക്കും കൊടുത്തിരിക്കുകയാണ്. സോ ദ പവർ ടു മേക്ക് ഹോളി പ്ലാൻസ് ഈസ് അട്രിബ്യൂട്ടഡ് ടു മെൻ ഓൺലി, ബട്ട് ഹിയർ പ്രകൃതിക്കും മനുഷ്യനെ പോലെ ഹോളി പ്ലാൻ, വിശുദ്ധ പദ്ധതികൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവിടെ പേഴ്സോണിഫിക്കേഷൻ വരുന്നതാണ്. പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ഉണ്ട്, പിന്നെ നേച്ചേഴ്സ് ഹോളി പ്ലാൻ ഉണ്ട്, പിന്നെ ദ ബഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ടു ദിയർ ഫാൻസ് ടു ക്യാച്ച് ദ ബ്രീസി എയർ. പിന്നെ എവ്രി ഫ്ലവർ എൻജോയ്സ് ദെയർ ഇറ്റ് ബ്രീത്ത്, ഓരോ പുഷ്പവും അതിൻ്റെ നിലനിൽപ്പ് ആസ്വദിക്കുന്നു. കാറ്റിലാടി ഉലയുമ്പോൾ ആ വായു അത് ആസ്വദിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. ആ വരി എവ്രി ഫ്ലവർ എൻജോയ്സ് ദെയർ ഇറ്റ് ബ്രീത്ത്സ്, ആ വരിയും കൂടി പേഴ്സോണിഫിക്കേഷന് എഴുതാം. പിന്നെ വരുന്നത് ഇമേജസ് ആണ്. ഇമേജസ് എന്ന് പറയുമ്പോൾ വിഷ്വൽ ഇമേജ്. നമ്മൾ കവിത വായിക്കുമ്പോൾ കണ്ണിലൂടെ കടന്നു പോകുന്ന ബിംബങ്ങളെയാണ് വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത്. ആ കവിതയിലെല്ലാം വിഷ്വൽ ഇമേജായിട്ട് വരാം. പിന്നെ ഗ്രീൻ ബവർ വരാം, ഗ്രോവ് വരാം, പിന്നെ ഫെയർ വർക്ക്സ് ഓഫ് നേച്ചർ വരാം, പിന്നെ പ്രിംറോസ് സ്റ്റെപ്സ്, പെറിവിങ്കിൾ ട്രെയിലിംഗ് ഇറ്റ്സ് റീഡ്സ്, ദ ബേർഡ്സ് ഹോപ്പിംഗ് ആൻഡ് പ്ലേയിങ്, പിന്നെ ദ ബഡിങ് ട്വിഗ് സ്പ്രെഡിങ് ഔട്ട് യുവർ ഫാൻസ്, എല്ലാം വിഷ്വൽ ഇമേജിൽ വരാം. പിന്നെ ഉള്ളത് ഓഡിറ്ററി ഇമേജ്, കാതിലൂടെ കേൾക്കുന്നത്. അപ്പം ആദ്യത്തെ വരിയിൽ ഐ ഹേർഡ് 1000 blended notes, 1000 ഇടകലർന്ന ശബ്ദങ്ങൾ. പ്രകൃതിയിൽ വിവിധ തരം ശബ്ദങ്ങളുണ്ട്. 1000 ഇടകലർന്ന ശബ്ദങ്ങൾ ഞാൻ കേട്ടു. ഐ ഹേർഡ് എന്നവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ആ വരി ഓഡിറ്ററി ഇമേജാണ്. ഐ ഹേർഡ് 1000 blended notes. പിന്നെ ലാസ്റ്റ് സ്റ്റാൻസയിൽ ലെമൻറ്റ് വരുന്നുണ്ട്, വിലാപം, കവിയുടെ വിലാപം. മനുഷ്യനോട് എന്താണ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് കവി വിലപിക്കുകയാണ്. അപ്പോൾ ആ വിലാപം നമുക്ക് കേൾക്കാം. അതുകൊണ്ട് ലെമൻറ്റ് ഓഡിറ്ററി ഇമേജിൽ വരും. ഇപ്പോൾ ഓഡിറ്ററി ഇമേജ് എന്ന് പറയുമ്പം ഐ ഹേർഡ് 1000 blended നോട്ട്സും ലെമൻറ്റുമാണ് വരുന്നത്. ഇനി അടുത്തത് ടാക്ടൈൽ ഇമേജാണ്. ടാക്ടൈൽ എന്ന് പറയുമ്പം
സ്പർശനത്തിലൂടെ അറിയാൻ കഴിയുന്നതാണ്. എവ്രി ഫ്ലവർ എൻജോയ്സ് ദെയർ ഇറ്റ് ബ്രീത്ത്സ്. ഓരോ പുഷ്പവും അതിൻ്റെ നിലനിൽപ്പ് ആസ്വദിക്കുന്നു. അത് ശ്വസിക്കുന്ന വായു അത് ആസ്വദിക്കുന്നു. കാറ്റിലാടുമ്പം ഈ കാറ്റിൻ്റെ ആ ഒരു പ്രസൻസ് ആ പുഷ്പങ്ങൾ ആസ്വദിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു സെൻസേഷനാണ്. അത് സ്പർശനത്തിലൂടെയാണത് ഉണ്ടാകുന്നത്. അപ്പം എവറി ഫ്ലവർ എൻജോയ്സ് ദെയർ ഇറ്റ് ബ്രീത്ത്സ് എന്നുള്ളത് ടാക്ടൈൽ ഇമേജിൽ വരും. പിന്നെ ഉള്ളത് ദ പെറിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീഡ്സ്. അവിടെ അസണൻസ് ആണ് വരുന്നത്. അവിടെ പെറിവിങ്കിളിൻ്റെ 2 ഐ ഉണ്ട്, വവൽസ് ആണ്. AEIOU വേർഡ്സിൻ്റെ നടുക്ക് ആവർത്തിച്ച് വരികയാണെങ്കിൽ അത് അസണൻസ് ആണ്. ഇപ്പം പെറിവിങ്കിളിന് ഇവിടെ പെറിവിങ്കിൾ എന്ന് പറയുമ്പോൾ 2 ഐ വരുന്നുണ്ട്. പെറിവിങ്കിൾ ട്രെയിൽഡ് അവിടെ എ വരുന്നുണ്ട്, എയും ഐയും വരുന്നുണ്ട്, ട്രെയിൽഡ്. പിന്നെ റീഡ്സ് ഇയും എയും വരുന്നുണ്ട്. അപ്പം വവൽ സൗണ്ട്സ് അടുത്തടുത്ത് വരുന്നുണ്ട്. പെറിവിങ്കിളിൽ 2 ഐ, പിന്നെ ട്രെയിൽഡിൽ എയും ഐയും ഉണ്ട്, റീഡ്സിൽ ഇയും എയും ഉണ്ട്. അപ്പം ഇത് അടുപ്പിച്ചുള്ള വാക്കുകളിൽ വവൽസ് ആവർത്തിച്ച് വരികയാണെങ്കിൽ അത് അസണൻസ് ആണ് വരുന്നത്. അസണൻസിൻ്റെ എക്സാമ്പിള് ദ പെറിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീഡ്സ്. പിന്നെ ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്. ഞാൻ 1000കണക്കിന് ഇടകലർന്ന ശബ്ദം കേട്ടു. അപ്പം അവിടെ ഒന്ന് എക്സാഗ്രേറ്റ് ചെയ്ത് പറയണം. 1000കണക്കിന് ശബ്ദങ്ങൾ അവിടെ ഒരു വലിപ്പം കൂട്ടി കാണിച്ചാണ് അവിടെ പറയുന്നത്. അപ്പം വലിപ്പം കൂട്ടി അതിനെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ട് അവിടെ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഹൈപ്പർബോളാണ്. I heard 1000 blended notes. ഹൈപ്പർബോൾ ആണ് അവിടെ വരുന്നത്. അപ്പം ഹൈപ്പർബോള്, പേഴ്സോണിഫിക്കേഷൻ, അതുപോലെ ഇമേജസ്, വിഷ്വൽ, ഓഡിറ്ററി, ടാക്ടൈൽ, ഇത്രയും കാര്യങ്ങളാണ് ഇമേജസിൽ വരുന്നത്. റൈം സ്കീം AB. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇത് നമ്മൾ പിന്നെ അപ്രീസിയേഷൻ എഴുതുമ്പോൾ നമ്മളിതെല്ലാം ഉൾപ്പെടുത്തി വേണം എഴുതാൻ. അപ്പം ഇമേജസ്, പേഴ്സോണിഫിക്കേഷൻ, അസണൻസ്. ഇനി ഒന്നുകൂടി ഉണ്ട്, ആലിട്രേഷൻ. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അവിടെ M 3 പ്രാവശ്യം വരുന്നുണ്ട്. ഡിയർ തോട്ട്സ്, ഐ കനോട്ട് മെഷർ. ഡിയർ തോട്ട്സ്, ടി അടുത്തടുത്ത് വരുന്നുണ്ട്. ഡിയറിലെയും തോട്ട്സിലെയും ടി അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പം അവിടെ അത് ആലിട്രേഷനാണ്. ദാറ്റ് ദെയർ വാസ് പ്ലഷർ. ദാറ്റും ദെയറും ടി അടുത്ത് വരുന്നുണ്ട്. ദാറ്റ് ദെയർ വാസ് പ്ലഷർ ദെയർ. അപ്പം ആലിട്രേഷൻ ഉദാഹരണം എന്ന് പറയുന്നത് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, ദാറ്റ് ദെയർ വാസ് പ്ലഷർ ദെയർ, പിന്നെ ഡിയർ തോട്ട്സ് ഐ കനോട്ട് മെഷർ. ഈ 3 വരികളിൽ ആണ് പിന്നെ ആലിട്രേഷൻ വരുന്നത്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാനിലും M 3 പ്രാവശ്യം വരുന്നുണ്ട്. ഡിയർ തോട്ട്സിൽ ടി അടുത്തടുത്ത് വരുന്നുണ്ട്. ദാറ്റ് ദെയർ അതും ടി അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഓർത്ത് വയ്ക്കേണ്ടത്. ഇനി ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനും 4-5 മാർക്കിന് വരും, അല്ലെങ്കിൽ അപ്രീസിയേഷൻ എഴുതാൻ 5 മാർക്കിന് വരും. 2 രീതിയിലും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്രീസിയേഷൻ എഴുതാൻ കുറച്ച് പോയിന്റ്സ് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ കാണിച്ചിരുന്നു. അപ്പം നെയിം ഓഫ് ദ പോയം, പോയറ്റ്, സെൻട്രൽ ഐഡിയ, ഇതൊക്കെയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതേണ്ടത്. സെക്കൻഡ് പാരഗ്രാഫിൽ പിന്നെ ഇമേജസ്, പോയറ്റിക് ഡിവൈസസ്, പിന്നെ വേർഡ് സമ്മറി, അതുപോലെ എല്ലാ കാര്യങ്ങളുമാണ് സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതേണ്ടത്. ലാസ്റ്റ് പാരഗ്രാഫിൽ കണ്ടംപററി റെലവൻസ് ബൈ ദിസ് പോയം അപ്പീൽസ് യു. ഇപ്പം ഞാനൊരു ചെറിയ മാതൃക പറയാം. സോ ദ poem lines written in early spring was written by
the famous English romantic poet William Wordsworth. Then this poem consists of 4 lines, that is quatrains, and has 6 stanzas. The theme of the poem is about man's atrocities towards nature. എന്നൊന്നുകൂടി പറഞ്ഞുതരാം. This poem, lines written in early spring, was written by the famous English romantic poet William Wordsworth. The poem is a kind of elegy. It's a very landscape written model poem. Then this poem consists of 6 stanzas having quatrains. Then the theme of the poem is man's destruction of nature without realizing the bliss and enjoyments of nature. Man has exploited nature in so many ways, and nature is very sad towards man's atrocities. Man has made atrocities not only to nature but also to his fellow beings also during the time of war. ഇനി നമുക്ക് സെക്കൻഡ് stanzaയിൽ അതിൻ്റെ സമ്മറി എഴുതാം. So the poet was sitting very comfortably and in that relaxed mood. He was sitting in a grove, but at that time, even though his mind was filled with pleasant thoughts, sad thoughts also came to his mind. Thinking about man's cruelties towards nature, the poet becomes very sad. Then this poet was sitting in a grove, and he was watching the birds playing and hopping around him. He also watched the primrose ducks and periwinkle trailing its reeds, and then this poet was very much relaxed and happy, seeing all the things in nature living in harmony with nature. But mankind, without realizing the beauty, peace, then harmony of nature, is taking all these things as a disadvantage, and he is always creating a threat to himself and to his fellow beings and also to nature. So the poet is very upset here. He is very pensive also. Seeing what man has made of man, the poet is very pensive also. He can't enjoy the beauty of nature even though he is sitting in a pleasant mood, in a relaxed state. Then the last stanza you can write to the contemporary relevance. The poet has written this poem at the time of French Revolution. The atrocities of the war and the cruelties of man towards his fellow beings moved the poet a lot, and this inspired him to write what man has made of mind, the cruelties of man towards his fellow beings as well as to the nature, makes the poet very sad. Nature's holy plan is to
live in communion with the nature, enjoying its beauty, peace and pleasure, but man is not at all paying any heed to that. He is always exploiting nature for his selfish and material needs. So this poem has contemporary relevance. We must preserve nature, we must avoid deforestation should not be allowed. We must avoid cutting down trees and we should preserve nature. That is the contemporary relevance of the poem. The poem has so many figures of speech written in simple language, personification, then visual, auditory, tactile images, then everything makes the poem beautiful. All these things you can write while writing the appreciation. It should not be more than 1 page. So this is the end of the poem. I think it is clear to you. I have already uploaded one video explaining all the poetic devices 1 month ago that you have to watch. So when you watch both these videos, it will be very clear to you. So all of you, please study all these things, then try to enjoy the poem, try to write appreciation and study. It's a sure question for the exam. Okay children, thank you.